ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നാളത്തെ ദിനം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. എന്റെ ഈ വചനം ശ്രവിക്കുകയും അവ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ഉറപ്പുള്ള പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. ഉറപ്പുള്ള പാറമേൽ ഭവനം പണിയുക എന്ന തച്ചുശാസ്ത്രം തച്ചനായ ഈശോ ആത്മീയ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഇവിടെ. മലയാളി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ദ്വന്ദ്ഭാവങ്ങളിലൂടെ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? 2 തരം വൃക്ഷങ്ങൾ, 2 തരം പാതകൾ, 2 തരം പ്രവാചകന്മാർ, 7:21 മുതൽ 2 തരം ശിഷ്യന്മാർ. ഒന്ന്, പാറപ്പുറത്ത് ഭവനം പണിയുന്ന വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തേത് മണൽപ്പുറത്ത് ഭവനം പണിയുന്ന ഭോഷനായ വ്യക്തിയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്ക് മുൻപിലും 2 തരം പാതകളുണ്ട്. ഒന്ന് ഇടുങ്ങിയതാണെങ്കിൽ മറ്റത് വിശാലമായ പാതയാണ്. ഇടുങ്ങിയ പാത ദൈവഹിതം അനുസരിച്ചുള്ളതാണെങ്കിൽ വിശാലമായ പാത നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം നാം തിരഞ്ഞെടുക്കുന്ന പാതയാണ്. അനുനിമിഷം ഇടുങ്ങിയ പാതയിലൂടെ നടന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അമ്മയെ പോലെ ഉണ്ണിയെ വരവേൽക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് വിചിന്തനം ചെയ്യാം. അനുനിമിഷം ഇടുങ്ങിയ പാതയിലൂടെ ദൈവഹിതം അനുസരിച്ചുള്ള പാതയിലൂടെയാണോ നാം നടക്കുന്നതെന്ന്. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.